അപ്പോൾ ഞാൻ 80 വയസ്സൊക്കെ ഉള്ള ഒരാളത്ത് ഞാൻ ചോദിച്ചു, ഈ വയസ്സാങ്കലത്ത് എന്തിനാണ് ഡിഗ്രി എടുക്കുന്നത്? അപ്പം പറഞ്ഞു, സാറേ എനിക്കിനി അഭിമാനത്തോടെ മരിക്കാൻ പറ്റും. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞില്ല, ഈ റെഗുലർ സ്റ്റുഡൻസിനെക്കാട്ടിയും ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് ഈ കുട്ടികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്ന കുട്ടി എന്ന് വെച്ചാൽ അവർ പഠിക്കാനായിട്ട് താല്പര്യം കൊണ്ട് ജോയിൻ ചെയ്യുന്നവരാണ്. മറ്റുള്ള റെഗുലർ സ്റ്റുഡൻസിനായിട്ട് അതാണൊരു വ്യത്യാസം. അപ്പം നമ്മുടെ അവിടെ 18 വയസ്സ് തൊട്ട് 83 വയസ്സ് വരെ ഉള്ളവരുണ്ട്. അപ്പോൾ ഞാൻ 80 വയസ്സൊക്കെ ഉള്ള ഒരാളത്ത് ഞാൻ ചോദിച്ചു, ഈ വയസ്സാങ്കലത്ത് എന്തിനാണ് ഡിഗ്രി എടുക്കുന്നത്? അപ്പം പറഞ്ഞു, സാറേ എനിക്കിനി അഭിമാനത്തോടെ മരിക്കാൻ പറ്റും. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജോലിയല്ലല്ലോ, ജോലിക്ക് വേണ്ടിയല്ല പഠിക്കുന്നത് നമ്മൾ. അതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഈ അസമത്വങ്ങൾക്കും ചൂഷണത്തിനും ഒക്കെ പരിഹാരമാണ് എഡ്യൂക്കേഷൻ. അതില്ലാത്തതുകൊണ്ടാണ് പലരും ചൂഷണത്തിനൊക്കെ ഇടപെടുന്നത്. അതാണ് ഈ എഡ്യൂക്കേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ. പിന്നെ സാറ് ഇപ്പം ഞങ്ങളും കോളേജിലൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ഈ മയക്കി കിട്ടുമ്പോൾ എല്ലാവരും കയ്യടി വാങ്ങാനായിട്ട് ഈ വുമൺ എംപവർമെൻ്റ് എന്ന് നമ്മൾ പ്രസംഗിക്കും, കയ്യടി വാങ്ങി. പക്ഷേ നമ്മളൊന്നും പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ സാറ് ശരിക്കും അതാ ചെയ്യുന്നത്.